ഒരു വലിയ രീതിയിലുള്ള ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധമൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് പുറത്തുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ 2 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് മെമ്മോ നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ സൂചനകൾ. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു പക്ഷെ വളരെ സ്വാഭാവികമായ ക്ലിഷേയ ആരോപണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു അത്തരം ആരോപണങ്ങളോട് ബിജെപിയുടെ വക്താവ് എന്നുള്ള രീതിയിൽ? ആത്മീയുടെ ആരോപണം തികച്ചും ഒരു രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ അവർക്ക് അങ്ങനെ തന്നെ പറയാനല്ലേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കെജ്രിവാളും സംഘവും നടത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് അഴിമതിക്കെതിരെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ആപ്പ്. നമുക്കറിയാമല്ലോ, അഴിമതിക്കെതിരെ രൂപം കൊണ്ടൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അധികാരം കിട്ടിയ സമയത്ത് ഒരു സ്റ്റേറ്റിന്റെ മദ്യനയം രൂപീകരിക്കുന്ന സമയത്ത് മദ്യ ലോബിയിൽപ്പെട്ട ആളുകളുമായിട്ട് മുഴുവൻ MLA-മാരെയും ഒരു ടേബിൾ മേശയ്ക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് അവർക്ക് അനുകൂലമായ മദ്യനയം രൂപീകരിക്കുന്ന വേണ്ടി MLA-മാരെ ഉപയോഗിക്കുന്നു. സർക്കാർ സംവിധാനം വരുന്നു. ആ സർക്കാർ സംവിധാനം തന്നെ ഒരു മദ്യനയത്തിൽ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന മദ്യ ലോബിയിൽ നിന്ന് കൈപ്പറ്റുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ പറയല, ഈ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള അഴിമതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ നടത്താറുണ്ട്. അതുകൊണ്ട് നോക്കൂ, ഈ അഴിമതി നടത്തുന്ന മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ മുൾമുലയിലാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ജാർഖണ്ഡിനകത്ത് ഹേമന്ത് സോറൻ ഇന്ന് ജയിലിലാണ്. 2 ഹേമന്ത് സോറൻ അറസ്റ്റിലാകുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഇദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനോജ് സിസോദിയയും സഞ്ജയ് സിംഗും അദ്ദേഹം രണ്ടുപേരും ജയിലിനകത്താണ്. അത് മാത്രമല്ല, ഇതൊരു കൂട്ടുകക്ഷി മുന്നണി എന്ന രീതിയിൽ ഈ അഴിമതിയുടെ പങ്ക് പറ്റുന്നത് തെലങ്കാനയിലെ MLC ആയിട്ടുള്ള കവിത അടക്കം അതിന് പങ്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, അതിനുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു സർക്കാരും ഒരു സംവിധാനവുമാണ് നരേന്ദ്രമോദിയുടേത്. മറ്റൊന്ന്, ED ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാവുക എന്നുള്ളത് സാമാന്യ മര്യാദയാണല്ലോ. ആ സാമാന്യ മര്യാദ കാണിക്കാൻ ആദ്യം തയ്യാറായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സാമാന്യ മര്യാദ കാണിക്കാതിരിക്കൽ ഇനി കേരളത്തിലുമുണ്ട്. മസാല ബോണ്ട് കേസിൽ EDയുടെ സമൻസിന് എത്രയോ കാലങ്ങളായി തോമസ് ഐസക് അങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തോമസ് ഐസക് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ AC മൊയ്തുവിനായിക്കോട്ടെ, ഇപ്പൊ കരുവന്നൂർ ബാങ്ക് കേസിനകത്ത് ED വിളിപ്പിച്ചപ്പോൾ CPM-ന്റെ നേതാക്കളൊക്കെ ചെയ്യുന്ന കേസ് തന്നെയാണ്. ഒരു നിയമ സംവിധാനം അതിൽ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കുകയാണെങ്കിൽ ഇവരൊന്ന് വാദമുഖങ്ങൾ അവതരിപ്പിക്കേണ്ടതല്ലേ? അതിനിവർ തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കറിയാം, EDക്ക് മുമ്പിൽ ഹാജരായി കഴിഞ്ഞാൽ ED കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവർക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നാടകങ്ങൾക്കൊക്കെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പരമോന്നത ഡൽഹി നീതിപീഠം കൃത്യമായിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. കൃത്യമായിട്ട് അറിയാം, കാരണം മനോജ് സിസോദി ഇതിന് ഉപമുഖ്യമന്ത്രി ആയിരുന്നു, അദ്ദേഹത്തിന്റെ MP ഇതിനകത്ത് അറസ്റ്റിലാണ്, അദ്ദേഹത്തിന്റെ നേതാക്കന്മാരടക്കം EDയുടെ അറസ്റ്റിന് വിധേയമായിട്ടുണ്ട്. അപ്പൊ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായിട്ടുള്ള ഡൽഹി മദ്യനയത്തിന്റെ യഥാർത്ഥ കുറ്റക്കാരനെ ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ്, ഒരു സംശയമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഈ ഒരു അഴിമതി ആരോപണത്തെ ഭയന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലൊക്കെ ആദ്യമൊന്നും ഈ കെജ്രിവാളിനെ കോൺഗ്രസുമായിട്ടൊന്നും കൂട്ടുകൂടാൻ തയ്യാറായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ പിണറായി വിജയൻ അവിടെ നടത്തിയിട്ടുള്ള വലിയ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള കാരണം എന്താ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. ആ പോളിസി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഈ കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നയം.